ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാനാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളുടെ മോൾക്ക് വേണ്ടി ഓർഡർ ചെയ്ത ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് നിങ്ങളുമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കേട്ടോ, ഈ ഒരു സാധനം മേടിക്കണമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സ്ഥിരമായി പറയുമായിരുന്നു, എനിക്കിത് വേണം, ഇങ്ങനെ എനിക്കിത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഈ ഒരു ഇത്. അങ്ങനെ ഇപ്പം ഞങ്ങളിത് വാങ്ങിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഞങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹൈ ചെയറാണ് കേട്ടോ. അപ്പോൾ ആമസോണിൽ നിന്നാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഈ പാക്കിങ് ഞങ്ങൾ പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും അനന്തവും കൂടെ ഇരുന്ന് വളരെ സന്തോഷത്തോടെ അതിൻ്റെ ഓരോ പാർട്സായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഇത് മൊത്തത്തിൽ നമുക്കിങ്ങനെ ഫിക്സ് ചെയ്തല്ല ഇത് കിട്ടുന്നത്, എനിക്ക് ഓരോ പാർട്സായിട്ടാണ്. അപ്പോൾ നമ്മൾ വേണം ഇതിൻ്റെ ലീഫ്ലെറ്റൊക്കെ നോക്കി നമ്മൾ വേണം ഫിക്സ് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ പറയുവാണ്, ഇതാണ് ഇതിൻ്റെ ഓരോ പാർട്സ് എന്നൊക്കെ പറയുകയാണ്. അപ്പം ഓൺ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അത് ക്ലിയർ ആയില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഞാനിത് വീണ്ടും റെക്കോർഡ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഒരുപാട് നാളായിട്ടുള്ളൊരാഗ്രഹം സാധിച്ചിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമാണ്, പക്ഷേ ഒരു സന്തോഷം അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ മിയമോളും അമ്മയൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അവരിത് ഇങ്ങനെ സൈഡിലിരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് ഞാൻ അവളോട്, മോളുടെ ഹൈ ചെയർ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ അവളിങ്ങനെ ചാടുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു സാധനം എനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. കാരണം ഇത് നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർക്കൊക്കെ, സിംഗിൾ മോമിനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം ഇപ്പോൾ ഇവനൊരു കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിലെ ഞാനിപ്പോൾ ഇവളെ കയ്യിലെടുത്ത് വെച്ചിട്ടാണിപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് ചെയ്യുന്നവർക്കറിയാം നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഇവൾ ഗ്രോണപ്പും കൂടെ. അപ്പോൾ നമ്മൾ താഴെ കിടത്തിയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ പില്ലോസൊക്കെ ചുറ്റും ഇട്ട് വെച്ചാലും ഇവളതിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ ഊരി ഇങ്ങനെ അവൾ പോവും. അപ്പോൾ നമുക്കതൊരു ടെൻഷനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇതിലിരുത്തിയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. പിന്നെ പിന്നെ വേറൊരു പണി എന്താണെന്നറിയോ, ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ലീഫ്ലെറ്റൊക്കെ വായിച്ച് നോക്കിയിട്ട് മനസ്സിലായില്ല. അവസാനം ഞങ്ങൾ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കുവാണ്. അവസാനം അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു പിടി കിട്ടി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ അവസാനം ഞങ്ങളുടെ ദൗത്യത്തിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഫിക്സിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളിലാണ്. അങ്ങനെ 5 ബെൽറ്റുണ്ട്. അപ്പോൾ സേഫായിട്ടേ വളരെയധികം നല്ല സേഫ്റ്റി ഉള്ളൊരു സാധനമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളതിൻ്റെ ബെൽറ്റൊക്കെ വെച്ചിട്ട് ഫിക്സ് ചെയ്യുവാണ്. അങ്ങനെ ഞങ്ങൾക്കിത് ഒരുപാട് സമയം എടുത്തു കേട്ടോ, ഇതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. അങ്ങനത്തെ അവസാനം ഞങ്ങളുടെ ഹൈ ചെയർ റെഡി ആയിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് ഒരു ഡൗട്ട്, എല്ലാം ശരിയാണോ വെച്ചത്, കാരണം കുഞ്ഞിനെ ഇരുത്താനുള്ളതല്ലേ. അപ്പം നമ്മളിങ്ങനെ വീണ്ടും ചിന്തിക്കുകയാണ് കേട്ടോ, എല്ലാം ഇങ്ങനെ ഓക്കെ ആണോ എന്നൊക്കെ. വീണ്ടും വീഡിയോസൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഇൻസ്റ്റാൾ. അങ്ങനെ എല്ലാം സെറ്റാക്കിയതിന് ശേഷം മോളെ ഇതിലേക്ക് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ അവൾ നല്ല ഇറിറ്റേറ്റഡ് ആയിരുന്നു, ഇങ്ങനെ ബഹളമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാരി സെറ്റായി. ഇപ്പോൾ അവൾ ഹാപ്പിയാണ് ഈ ഒരു ഹൈ ചെയറിൽ ഇരിക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഫുഡൊക്കെ കൊടുക്കുമ്പോഴും കൂടുതലും ഈ ഹൈ ചെയറിൽ ഇരുത്തി തന്നെയാണ് കൊടുക്കുന്നത്. എൻ്റെ വീട്ടുപണിയെല്ലാം നടക്കുകയും ചെയ്യും, വലിയ കുഴപ്പമില്ലാതെ ഇതിൽ പുള്ളിക്കാരി ഇരുന്നോളും. കയ്യിലെന്തെങ്കിലും ഒരു ടോയോ എന്തെങ്കിലും കൊടുത്താൽ മതി, അടങ്ങിയിരുന്നോളും, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് നേരം ഇരുത്തി കഴിയുമ്പോൾ ഒരു ഇറിറ്റേഷനേ ഉള്ളൂ. അതിപ്പോൾ നമുക്കായാലും അങ്ങനെയല്ല, ഒരിടത്ത് തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളും കുറച്ച് ഇറിറ്റേറ്റഡ് ആവും. അതുപോലെ തന്നെയാണ് അവർ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ അകത്തേക്ക് കൊണ്ടുപോയായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു അന്നത്തെ ദിവസം. അതിനകത്തേക്ക് കൊണ്ടുപോയി അവളെ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വേറൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.